ഇത് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ചലഞ്ചൊന്നുമല്ല, ഇവനൊരു ഒരു കഥ പറഞ്ഞേ, ഒരു പകുതിയൊക്കെ പറയും. അതിന്റെ ബാക്കി ഉണ്ടാക്കി പറയാ. അങ്ങനത്തെ വരണ്ടേ, ഉണ്ടാക്കി പറയാ. അങ്ങനെ കളിക്കാം. ഫസ്റ്റ് പറഞ്ഞു. ഓക്കെ. നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു. അപ്പൊ ഒരു പുലി വന്ന് നമ്മളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നമ്മൾ പേടിക്കുന്നു, പേടിച്ചോടുന്നു. നമ്മൾ ഓടുന്നു. അപ്പം നമ്മളൊരു പ്രേതാലയം കണ്ടു. ഒരു പ്രേതബോധം പിടിച്ചൊരു സ്ഥലം. അപ്പൊ ഞങ്ങള് വേഗം പേടിച്ചു ഓടി. അപ്പം നമ്മൾ അതിന് ഉള്ളിൽ കയറി. അപ്പൊ നമ്മൾ പുറത്തേക്ക് ചാടി. നമ്മൾ ആ കഥയ്ക്ക് തുറക്കുന്നു. നമ്മൾ ആ കഥ കൂട്ടുന്നു. അപ്പോ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കേറുന്നു. നമ്മൾ പുറത്തേക്ക് വരുന്നു. ഇതെന്താ ഓപ്പോസിറ്റ് പറയുന്നോ നീ? അല്ല, ഓപ്പോസിറ്റ് പറയാൻ നിക്ക. ഉള്ളിൽ കയറി പ്രേതം ചാടി വരുന്നു. ഉള്ളിൽ കയറി പ്രേതം ചാടി വരാൻ നിൽക്കുന്നു. ഇവനെ കൊണ്ട് ശരിയാണെന്ന് തോന്നില്ല. ഇവനെ കൊണ്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. പറയണ ബാക്കി. ഞാൻ പറയുന്നുണ്ടേ. പറ. അപ്പൊ നമ്മളൊരു അബാൻഡായ ടൂട്ടോ ഇങ്ങോട്ടാ പോകുന്നുണ്ട് ഗൈസ്. ഇങ്ങോട്ട് ഏത് വരേക്കാ? അമ്മന്റെ ഓനോ കോഴിക്കോടോ? കോഴിക്കോട് പോവാ. ഓനെ ഊക്കിയാലാന്ന് തോന്നുന്നു ഗൈസ്. കാര്യത്തില് സാർ കോഴിക്കോട് പോവാ. ഒരു അബാൻഡഡ് ആയ ഒരു കാറ് കാണുന്നു. കേട്ടില്ല. ഒരു പഴയ ഒരു കാറ് കാണുന്നു. കാലം ഓ പറഞ്ഞ ഞാൻ കേട്ടതാ. ഒരു അബാൻഡഡ് ആയ ഒരു ചിരിക്കാനും വല്ല പറ. പഴകിയ ഒരു കാറ് കാണുന്നു. എന്റെ ബാക്കി പറയ്. ആ പഴകിയ കാറിന് ടയറില്ല. അപ്പം ആ പ്രേതബാധത്തിൽ കുറെ ടയറുണ്ടായിരുന്നു. അപ്പൊ എഞ്ചിൻ പൊട്ടിത്തെറിച്ച്. ആ പഴകിയ കാർ ഇതായിരിക്കില്ലേ ഉദ്ദേശിച്ച്? ഏത്? ടൂട്ടുണ്ട് ഞാൻ കാണിച്ചതാ. ഓനൊന്നും മൂഡ് ഓഫില്ല ഗൈസ്. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പറയണ്ടേ? ഞാൻ പറഞ്ഞു ആ പ്രേതബാധത്തിൽ ഞാൻ ബെഞ്ചിൻ പൊട്ടിത്തെറിച്ച് പറഞ്ഞില്ലേ? എഞ്ചിൻ പൊട്ടിത്തെറിച്ച എഞ്ചിൻ പൊല്യൂഷൻ. അങ്ങനൊക്കെ ഇംഗ്ലീഷ് പഠിക്കുക. നീ പറഞ്ഞ. Then we see a truck. പോയ ചാടി. ട്രക്ക് ഈസ് പുഴ. നമുക്കത്ര ഇംഗ്ലീഷൊക്കെ അറിയുള്ളൂ. നമ്മളെ ഭാഷയാണ് മലയാളം. എനിക്ക് വരെ ഇപ്പൊ ഇംഗ്ലീഷാ അറിയില്ല. മലയാളം പറയടാ. സൗകര്യം ഉണ്ടാവില്ല. അതിനായിട്ട് കവളത്താൻ അടി കൊടുത്ത സെറ്റായിപ്പോ.